അത്യുന്നതനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ചാനലിലെ ഒരു വൈദികന്റെ പ്രസംഗത്തിൽ ഓർപ്പിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ, നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം ഇടപെട്ട കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. അതിനകത്ത് മടി വിചാരിക്കരുത്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ചാനലിലെ അങ്ങനെയുള്ള ദൈവിക ഇടപെടലുകളും ബൈബിളാടിസ്ഥിതമായ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ആഗ്രഹമുള്ള ആർക്കും ഈ ചാനലിലൂടെ നമുക്ക് ദൈവവചനം, ദൈവിക കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അറിയിക്കുവാൻ അവസരം തരുന്നതാണെന്നും അറിയിച്ചിരുന്നു. പ്രൈസലോടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 1-2 ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ ശബ്ദം നഷ്ടപ്പെടുകയും അങ്ങനെ വളരെ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു ധ്യാനത്തിന് പോയ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ധ്യാനത്തിൽ ചെന്നെങ്കിലും ഞാനത് ഒന്നും ശ്രദ്ധിക്കുകയോ നിങ്ങൾ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ ശബ്ദം എപ്പോഴാണ് ലഭിക്കുന്നത്, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോയതും. അതുകൊണ്ട് അങ്ങനെ ശബ്ദം എനിക്ക് കിട്ടിയില്ല. ഞാൻ വളരെ അസ്വസ്ഥനായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ചു വന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ച, അച്ഛനെന്ന് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ദൈവം ഇടപെടുന്നത് ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ആകാം, ചിലപ്പോൾ ചില സംഭവങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനത്തിലൂടെയോ വചനത്തിൻ്റെ ആവർത്തനത്തിലൂടെ ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും പരീക്ഷിക്കാം എന്ന് കരുതി ഞാൻ പോയി ഒരു ബൈബിള് വാങ്ങിക്കുകയും അത് പൊതിഞ്ഞ് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ഞാൻ കർത്താവിന് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്കൊരു വചനം തരണം, നല്ലൊരു വചനം, അനുഗ്രഹിക്കുന്ന വചനം വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ബൈബിളിലേക്ക് കണ്ണുകൾ അടച്ചിട്ട് ബൈബിൾ തുറന്ന് കൈവിരൽ തൊട്ടു. ഞാൻ നോക്കിയപ്പോൾ അത് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിലാണ് കൃത്യമായും തൊട്ടത്. ഞാൻ ആ വചനം വായിച്ചു നോക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിക്കുന്ന വചനം തന്നെയാണ്. ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് നല്ലൊരു വചന എന്ന് പറഞ്ഞ് ഞാൻ ആ ബൈബിൾ അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ ബൈബിൾ തുറന്നിട്ട് കൈവിരളതിലേക്ക് കുത്തി കൃത്യമായിട്ട് ആമോസ് 5:7 ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുക, ജീവിക്കും. ക്രൈസ്തലോ, ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് കിട്ടിയപ്പോൾ ഇത്രയും താളുകളുള്ള പുസ്തകത്തിൽ ഈ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വചനം കിട്ടുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ഒരു ബോധ്യം ഒന്നും. പിന്നീട് എൻ്റെ നവീകരണത്തിലേക്ക് വരുവാനും ഒക്കെ എനിക്ക് അടിസ്ഥാനമായിട്ട് കിട്ടിയത് ഈ വചനം തന്നെയാണ്. നമുക്കറിയാം, പെട്ടെന്ന് നമ്മളെ പഴയ ജീവിത രീതികളിൽ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ചിലപ്പോൾ തയ്യാറാവുകയില്ല. അങ്ങനെ നവീകരണത്തിലേക്ക് വന്നതുപോലെ അറിയുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ സാധിക്കുന്നത്. ഇതിന് ശേഷമാണ് ഞാൻ നേരത്തെ ഗൾഫിലേക്ക് പോവുകയും അവിടെ വെച്ച് ദൈവിക അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുന്നത് ഞാൻ 5 വർഷം അവിടെ നിന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ അന്ന് വീഡിയോ ക്യാമറ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഒരു വീഡിയോ ക്യാമറ മേടിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ അത് പ്രവർത്തിപ്പിക്കാനുള്ള കൂടുതൽ പരിചയമില്ല. ഇതൊന്നും വായിച്ചു നോക്കിയിട്ടും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ആരോടും ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ 1984 അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജോയ് സാറിനോട് പറഞ്ഞു, ജോയ് സാറും എന്നെ ഒരു രാധാകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം കോളേജ് ലെക്ചറാണ്. അദ്ദേഹം വളരെ മാന്യമായിട്ടും നിസ്വാർത്ഥമായിട്ടും ആത്മാർത്ഥതയോടെ
എൻ്റെ കൂടെ എന്നെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് വന്നു. ഇന്ന് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലും ഞങ്ങളെ പോയിരുന്ന് ഇത് നോക്കുമായിരുന്നു. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകാൻ കാരണം ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ വീട് ഏറ്റുമാനൂർ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോഗ്രാഫി തുടങ്ങിയ കാര്യമൊക്കെ പരസ്യം ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു സമ്പന്നനായ വ്യക്തി, നല്ല കലാകാരനായ വ്യക്തി, അദ്ദേഹം വന്ന് പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹമാണ്, ഇന്ന ദിവസമാണ്, അതിൻ്റെ ഫോട്ടോ വീഡിയോകളൊക്കെ ചെയ്തോണം, ഭംഗിയായിട്ട് ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ദിവസം ആ വീട്ടിൽ ചെന്നു. ഈ വീടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ VCR സ്റ്റക്കായി. ഇത്ര നോക്കിയിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ഏറ്റുമാനൂർ വരെ പോകണം എന്ന് പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്ന സമയമൊന്നും ആയിട്ടില്ലോ, പിന്നെ പോയിട്ട് വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ രാധാകൃഷ്ണൻ സാറിന് ഫോൺ ചെയ്തു. സാറേ, ഇങ്ങനെ VCR കേടായല്ലോ, പിന്നെ വിവാഹ പരിപാടി എടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയില്ലേ ഉള്ളൂ, അന്നേരമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അത് സാരമില്ല, വരാൻ പറഞ്ഞു. അദ്ദേഹം ഒരു സ്കൂട്ടറിൽ ഏറ്റുമാനൂർ വന്നു. ഞാനും രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ഏറ്റുമാനൂർ ടൗണിൽ അദ്ദേഹം സ്കൂട്ടറൊക്കെ വെച്ച് നിൽക്കുകയാണ്. അദ്ദേഹം എൻ്റെ കാറിൽ കയറി ഞങ്ങളെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കാറ് കിടന്നിട്ട് ഗേറ്റും വീടിൻ്റെ കഥ എല്ലാം തുറന്നു കിടക്കുകയാണ്. ഞാനും രാധാകൃഷ്ണൻ സാറും ഇപ്പോഴും അവിടെ പോകാറുള്ളതാണ്. കാരണം ഈ VCR വേറെ എങ്ങുമില്ല. ആ കുഞ്ഞമ്മയുടെ വീട്ടുകാർ വിദേശത്തൊക്കെ പോയി അവിടുന്ന് കൊണ്ട് VCR അവിടെ ഇരിപ്പുണ്ട്. അന്ന് VCR എടുത്തുകൊണ്ട് അതിൽ നിന്നാണ് ക്യാമറയുടെ കണക്ഷൻ കൊടുക്കുന്നത്. ഇന്നത്തെ പോലെ കാംകോർഡർ ക്യാമറ ഇറങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ ചെല്ലുന്ന ഭാഗത്തോട്ട് കയറുകയും രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, കുഞ്ഞമ്മ ഞാൻ ഈ VCR എടുക്കുവാണ്, മാർട്ടിസിൻ്റെ VCR കേടായി എന്ന് പറഞ്ഞു. ഈ സമയത്ത് അദ്ദേഹം അത് ഊരി TV-യിൽ നിന്ന് കണക്ഷൻ പിടിച്ചെടുക്കുന്നു. ഈ സമയത്ത് കുഞ്ഞമ്മ അവിടെ ഒരു അലമാരി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ VCR ഇറങ്ങിയ ആ കൂടെ തന്നെ കുഞ്ഞമ്മയും ഇറങ്ങി ഒരു ഫയലുമായിട്ട് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, എടാ രാധാകൃഷ്ണ, എടാ ഈ മാർട്ടിസിൻ്റെ പുണ്യോളൻ ആരാടാ? അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ അവർ വളരെ തിരിച്ചുകൊണ്ട് പറയുകയാണ്, എടാ ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്തിന് അദ്ദേഹത്തിന് ഒരു ചെക്കപ്പിന് വേണ്ടി ശ്രീചിത്രയിലോട്ട് പോകുന്നതാണ്. പക്ഷേ ഞങ്ങളെ തിരുവല്ലായി ചെന്ന് ഒരു കാപ്പി കുടിക്കാൻ ഫയൽ നോക്കി ഒരു പേപ്പർ അവിടെ ഇല്ല. ഉടനെ വണ്ടി പെട്ടെന്ന് തിരിച്ചു വിട്ടു. എടാ 1 മിനിറ്റ് ആയപ്പോഴാണ് ഞാനിവിടെ വന്നു, വെറുതെ വീട്ടിലേക്ക് കയറി 1 മിനിറ്റ് ആയപ്പോഴാണ് നീയും മാതൃശ ഇവിടെ വരുന്നത്. ഇപ്പോഴത്തെ 3 മിനിറ്റ് ആയുള്ളൂ. ഞാൻ തപ്പിയെടുക്കുന്ന സമയത്ത് നീ VCR എടുത്തു, എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു, ആ മാതൃശനെ പുണ്യാളൻ വലിയ ആളാന്ന് പറഞ്ഞു. പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു. ക്രൈസ്തലോ ജീവിതത്തിലുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേക അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെരമ്യായുടെ പുസ്തകം 33:3 പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം അരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും. ആമേൻ.